നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. മഴയിലും കാറ്റിലും പാലക്കാട്, തൃശൂർ ജില്ലകളിൽ പരക്കെ നാശനഷ്ടം. തൃശൂർ നഗരത്തിലെ വിവിധയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു. സ്വരാജ് റൌണ്ടിന് സമീപം മരക്കൊമ്പ് പൊട്ടി വീണ് 2 ഗൂഡ്സ് ഓട്ടോറിക്ഷകൾ തകർന്നു. ശക്തമായ മഴയിൽ തേക്കിൻകാട് മൈതാനിയിലെ ചരിത്രപ്രസിദ്ധമായ വിദ്യാർത്ഥി കോർണറിന്റെ അടിത്തറ ഇടിഞ്ഞു. പാലക്കാട് പറളിയിൽ അംഗൻവാടിക്ക് സമീപത്തെ മതിൽ തകർന്നു വീണു. കാർഷിക മേഖലയിലും വൻ നാശനഷ്ടം. വാണിയംകുളം മാന്നന്നൂരിൽ ഭാരതപ്പുഴയിലെ ഉരുക്കുതടയണയോട് ചേർന്ന് നിർമ്മാണത്തിലിരുന്ന പാർശ്വഭിത്തിയുടെ ഒരു ഭാഗം തകർന്നു. പുഴയിൽ ഒഴുക്ക് വർദ്ധിച്ചതോടെ തടയണ പുനർനിർമ്മാണം നിർത്തിവച്ചത് കഴിഞ്ഞ ദിവസം. അടിയൊഴുക്ക് ശക്തമായതോടെ തടയണയോട് ചേർന്ന കൂടുതൽ പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലിന് സാധ്യത. ദേശമംഗലം ചെങ്ങണാംകുന്ന് റെഗുലേറ്ററിന്റെ ഷട്ടർ തുറന്നു. പഴയലക്കിടി അകലൂർ കുറിശി ശിവക്ഷേത്രത്തിലെ കമ്പിവേലി സാമൂഹ്യവിരുദ്ധർ തകർത്തതായി പരാതി. ക്ഷേത്ര മൈതാനത്തിന്റെ അതിർത്തിയിലെ 60 മീറ്ററോളം വേലി നശിപ്പിച്ചു. 1 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ക്ഷേത്രം ഭാരവാഹികൾ. സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് അന്വേഷണം തുടങ്ങി. ജലസമ്മേളനവുമായി ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ. സമ്മേളനം 26-ന് പാലക്കാട്ട്. ജില്ലയിലെ ജലസ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തി ജലബജറ്റ് തയ്യാറാക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് ഓർഗനൈസിംഗ് കമ്മിറ്റി. ചർച്ചയിൽ ജലവിഭവ രംഗത്തെ വിദഗ്ധർ പങ്കെടുക്കും. വാർത്തകൾ വിശദമായി. കനത്ത മഴയിൽ തൃശൂർ നഗരത്തിലെ വിവിധയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു. സ്വരാജ് റൌണ്ടിന് സമീപം മരക്കൊമ്പ് പൊട്ടി വീണ് 2 ഗൂഡ്സ് ഓട്ടോറിക്ഷകൾ തകർന്നു. ശക്തമായ മഴയിൽ തേക്കിൻകാട് മൈതാനിയിലെ ചരിത്രപ്രസിദ്ധമായ വിദ്യാർത്ഥി കോർണറിന്റെ അടിത്തറ ഇടിഞ്ഞു. രാവിലെ 8:30യോടെയാണ് ജില്ലാ ആശുപത്രിക്ക് സമീപം പഴയ സിവിൽ ആശുപത്രി വളപ്പിലെ കൂറ്റൻ മരം കോളേജ് റോഡിലേക്ക് ഒടിഞ്ഞു വീണത്. മരത്തിനടിയിൽ പാർക്ക് ചെയ്തിരുന്ന 2 ഗൂഡ്സ് ഓട്ടോറിക്ഷകൾക്ക് മുകളിലൂടെയാണ് മരം വീണത്. ഒരു ഓട്ടോറിക്ഷ പൂർണ്ണമായും മറ്റൊന്ന് ഭാഗികമായും തകർന്നു. വാഹനത്തിൽ ആളില്ലാതിരുന്നതിനാൽ ദുരന്തം ഒഴിവായി. മരം വീണതിനെ തുടർന്ന് പ്രദേശത്തെ വൈദ്യുതി ബന്ധവും തകരാറിലായി. ഗതാഗതവും തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പൂങ്കുന്നത്തെ ബാറിന് സമീപവും ഇലക്ട്രിക് ലൈനിന് മുകളിലേക്ക് മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി. കനത്ത മഴയിൽ തേക്കിൻകാട് മൈതാനിയിലെ ചരിത്രപ്രസിദ്ധമായ വിദ്യാർത്ഥി കോർണറിൻ്റെ അടിത്തറ ഇടിഞ്ഞു. 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് നിരവധി യോഗങ്ങൾക്കും സമ്മേളനങ്ങൾക്കും സാക്ഷ്യം വഹിച്ച വേദിയുടെ അടിത്തറയാണ് ഇടിഞ്ഞത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കനത്ത മഴയിൽ പറളി മേഖലയിൽ വ്യാപക നാശനഷ്ടം. 5-ാം വാർഡിലെ കരിങ്കുളങ്ങര കോളനിയിൽ മതിൽ തകർന്നു വീണു. കാർഷിക മേഖലയിലും മഴ കനത്ത നാശമുണ്ടാക്കി. പറളി പഞ്ചായത്തിലെ കരിങ്കുളങ്ങര കോളനിയിൽ അംഗൻവാടിക്കും സ്വയം പര്യാപ്ത ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച വിജ്ഞാന കേന്ദ്രത്തിനും തയ്യൽ പരിശീലന കേന്ദ്രത്തിനും ഇടയ്ക്കുള്ള മതിലാണ് തകർന്നു വീണത്. ഭാഗ്യം കൊണ്ടാണ് ആർക്കും അപകടം സംഭവിക്കാതിരുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരമാണ് മതിൽ തകർന്നു വീണത്. മതിൽ തകർന്നതോടെ അംഗൻവാടിയുടെ സുരക്ഷ ഭീഷണിയിലായിട്ടുണ്ട്. ശക്തമായ മഴയിൽ പറളി മേഖലയിലെ പല ഭാഗങ്ങളിലും വൻ മരങ്ങൾ കടപുഴകി വീണു. വയലുകൾ നിറഞ്ഞു കവിഞ്ഞ് വരമ്പുകൾ തകർന്ന അവസ്ഥയിലാണ്. പാടശേഖരങ്ങളിൽ വെള്ളം നിറഞ്ഞതോടെ 1-ാം വിള നെൽകൃഷിക്കുള്ള ഞാറ്റടി തയ്യാറാക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് കർഷകർ. കാത്തിരുന്നെത്തിയ വേനൽ മഴ വലിയ നാശനഷ്ടമാണ് കാർഷിക മേഖലയിൽ സൃഷ്ടിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വാണിയംകുളം മാന്നന്നൂരിൽ ഭാരതപ്പുഴയിലെ ഉരുക്കുതടയണയോട് ചേർന്ന് നിർമ്മാണത്തിലിരുന്ന പാർശ്വഭിത്തിയുടെ ഒരു ഭാഗം തകർന്നു. കോടികൾ ചെലവഴിച്ച് നടക്കുന്ന പുനർനിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുഴയിലെ കുത്തൊഴുക്കിൽ നിലംപൊത്തിയത്. മഴ കനത്തതോടെ പുഴയിൽ ഒഴുക്ക് ക്രമാതീതമായി ശക്തിപ്പെട്ടിരുന്നു. ഇതോടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. തടയണയുടെ ഭാഗത്തു നിന്ന് വെള്ളം നിർമ്മാണത്തിലിരിക്കുന്ന പാർശ്വഭിത്തിക്ക് അരികിലൂടെ കുത്തിയൊലിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടു. ആദ്യഘട്ടത്തിൽ താഴ്ന്നുപോയ ഭിത്തി പിന്നീട് നിലംപൊത്തി. 30 മീറ്ററോളം ഭാഗം തകർന്നതായാണ് പ്രാഥമിക നിഗമനം. നിലവിൽ ഇതിനു മുകളിലൂടെയാണ് പുഴയുടെ ഒഴുക്ക്. എൻ്റെ ഭൂമി 51.25 സെൻറ്റ് സ്ഥലം എൻ്റെ പോയിട്ടുണ്ട്. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതാണ്, അല്ലാണ്ട് പൂർവികമായിട്ടുള്ള സ്വത്തൊന്നുമല്ല. ചിന്തിക്കാന്നുള്ള കണക്കാക്കിയിട്ട് ഞങ്ങൾ അതിൽ അധ്വാനിക്കാന്നുള്ള കണക്കാക്കിയിട്ട് കാശ് കൊടുത്ത് വാങ്ങിയതാണ്. അത് പോയി പല വില്ലേജ് ഓഫീസിലേക്കൊക്കെ അതിൻ്റെ പരാതിയൊക്കെ കൊടുത്തു. അവർ ശരിയാക്കാൻ അങ്ങനെ കെട്ടണുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കെട്ടിയതാണിപ്പോൾ കെട്ടിയത് മുഴുമിച്ചില്ല. ഈ ഭാഗം കുറച്ചും കൂടി മുഴുമിക്കാണ്ട് പറഞ്ഞു. ആ മുഴുമിക്കുന്നതിൻ്റെ മുമ്പാണ് വെള്ളം വന്നിട്ട് ഇപ്പോൾ ആ കെട്ടി തന്നെ പുറത്ത് പോയിരുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ സംഭവം. ഷട്ടറുകൾ സ്ഥാപിക്കലും ഏതാനും ഭാഗത്തെ പാർശ്വഭിത്തി നിർമ്മാണവും അവശേഷിക്കുകയായിരുന്നു പെരുമഴ.
നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. മാന്നന്നൂരിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ഉരുക്കുതടയണയുടെ വലതുകര 2018 പ്രളയത്തിലാണ് തകർന്നത്. 19 രണ്ടാം പ്രളയത്തോടെ സ്ഥിതി ഗുരുതരമായി. ഇരു പ്രളയത്തിലുമായി പുഴ ഗതിമാറി ഒഴുകി തീരത്തെ 6 ഏക്കറിലധികം കൃഷിയിടങ്ങൾ ഒലിച്ചുപോയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 12.16 കോടി രൂപ വിനിയോഗിച്ചാണ് വേനലിൽ പുനർനിർമ്മാണം തുടങ്ങിയത്. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് മുഖേനയാണ് പുനർനിർമ്മാണം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പഴയലക്കിടി അകലൂർ കുറിശി ശിവക്ഷേത്രത്തിലെ കമ്പിവേലി സാമൂഹ്യവിരുദ്ധർ തകർത്തു. ക്ഷേത്ര മൈതാനത്തിന്റെ അതിർത്തിയിൽ കെട്ടിയ വേലിയാണ് നശിപ്പിച്ചത്. സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒരാഴ്ച മുമ്പാണ് 60 മീറ്റർ ദൂരം കമ്പിവേലി കെട്ടിയത്. കമ്പിവേലി പൂർണ്ണമായും തകർത്ത നിലയിലാണ്. കുന്നത്തുമന നാരായണൻ നമ്പൂതിരിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ക്ഷേത്രം. കമ്പിവേലി തകർത്തതിനെതിരെ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകി. 1 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ക്ഷേത്രം ഉടമ പറഞ്ഞു. ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അകലൂർ കുറിശി ശിവക്ഷേത്രത്തിൻ്റെ പരിസരത്ത് പുതുതായി കോമ്പൗണ്ട് തിരിച്ച് കമ്പിവേലി കെട്ടിയത് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം കാരണം കഴിഞ്ഞ ദിവസം രാത്രി തകർക്കപ്പെട്ടതായിട്ട് കാണപ്പെട്ടു. അത് തീർച്ചയായും ഇവിടെയുള്ള സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം കാരണമാണ് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 60 മീറ്ററോളം കമ്പിവേലി പൂർണ്ണമായും തകർക്കപ്പെട്ട രീതിയിലാണ് കാണപ്പെട്ടത്. ഏകദേശം 1 ലക്ഷം രൂപയുടെ ചെലവ് പ്രതീക്ഷിക്കുന്ന പണിയാണ് ഈ അടുത്ത കാലത്തായി പൂർത്തീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കനത്ത മഴയിൽ തൃശൂർ നാട്ടികയിലെ റോഡുകൾ തോടുകളായി മാറിയതോടെ വ്യത്യസ്ത സമരവുമായി കോൺഗ്രസ്. പഞ്ചായത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി റോഡിൽ വലവീശി മീൻ പിടിക്കൽ സമരം സംഘടിപ്പിച്ചു. ജലജീവൻ കുടിവെള്ള പദ്ധതിക്കായി പൊളിച്ച റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലായി മാസങ്ങൾ കഴിഞ്ഞു. മഴക്കാലത്തിനു മുമ്പ് തോടുകളും കാനകളും വൃത്തിയാക്കി വെള്ളം പോകാൻ സൗകര്യമൊരുക്കാത്തതാണ് പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളിലും വെള്ളം കെട്ടിനിൽക്കുന്ന അവസ്ഥ സൃഷ്ടിച്ചതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. നാട്ടിക ബീച്ച് റോഡിൽ നടന്ന വലവീശൽ സമരം DCC ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് AN സിദ്ധപ്രസാദ്, രഹന ബിനീഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴയുടെ നേതൃത്വത്തിൽ ജലസമ്മേളനം നടത്തും. അഹല്യ ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ 26-നാണ് സമ്മേളനം. പാലക്കാട് ജില്ലയിലെ ജലസ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തി ജില്ലയുടെ ജല ആവശ്യം നിറവേറ്റുന്ന ജല ബജറ്റ് ഉണ്ടാക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് ഓർഗനൈസിംഗ് കമ്മിറ്റി വൈസ് ചെയർമാൻ മഹാദേവൻ പിള്ള പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാലക്കാട് ജില്ലയ്ക്കായി ജല ബജറ്റ് ഉണ്ടാക്കുന്നത് വഴി ജില്ലയ്ക്ക് ആവശ്യമായ ജലത്തിൻ്റെ അളവ്, ലഭ്യമായ ജലസ്രോതസ്സുകൾ, നിലവിലെ പദ്ധതികൾ, ഗവേഷണങ്ങൾ, പഠനങ്ങൾ എന്നിവ സമഗ്രമായ വിശകലനത്തിന് വിധേയമാവും. പൊതുജന പങ്കാളിത്തത്തോടെ ചർച്ച ചെയ്യുക എന്നതാണ് സമ്മേളനത്തിൻ്റെ ലക്ഷ്യം. സമ്മേളനത്തിൻ്റെ ഭാഗമായി വെള്ളവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആശയ രൂപീകരണം നടത്തും. വെള്ളത്തിൻ്റെ സാമൂഹികവും ശാസ്ത്രീയവും പാരിസ്ഥിതികവുമായ വശങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു. സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ നിർവഹിക്കും. ഡോക്ടർ E. ശ്രീധരൻ, വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും ചർച്ചയിൽ പങ്കെടുക്കും. ജലസംരക്ഷണ രംഗത്തെ പ്രഗത്ഭര് അതിൽ പങ്കെടുത്ത് ചർച്ചകൾ നയിക്കും. ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി അത് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. ബഹുമാന്യനായ വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ K. കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിക്കും. നമുക്കൊക്കെ അറിയാവുന്ന നമ്മുടെ മെട്രോമാൻ ശ്രീ E. ശ്രീധരൻ അതിന്റെ സ്വാഗതം ആശംസിക്കും. അദ്ദേഹമാണ് ഭാരതപ്പുഴ ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ എന്ന സംഘടനയുടെ പ്രസിഡന്റ്. അതുകൂടാതെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിനിമോൾ ഒരു മുഖ്യ പ്രഭാഷണം ഉണ്ടായിരിക്കും. അതിനുശേഷം സാങ്കേതിക സെഷനുകൾ തുടങ്ങും. ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ പാലക്കാട് ചാപ്റ്റർ കോർഡിനേറ്റർ VN നടരാജൻ, പാലക്കാട് ചാപ്റ്റർ എക്സിക്യൂട്ടീവ് അംഗം സജി ജോസഫ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
ഭാരതപ്പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ദേശമംഗലം ചെങ്ങണാംകുന്ന് റെഗുലേറ്ററിന്റെ ഷട്ടർ തുറന്നു. തൃശൂർ, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന റെഗുലേറ്ററാണിത്. ഷട്ടർ തുറന്നത് കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. മണ്ണൂരിൽ പ്രവാസി സംഘം വില്ലേജ് സമ്മേളനം നടന്നു. ജില്ലാ സെക്രട്ടറി AP അഷറഫ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ എഴുതി വെച്ചോളൂ, ഈ രാജ്യത്ത് കേരളയിൽ അനിവാര്യമാണ്, അത് വരിക തന്നെ ചെയ്യും. നമ്മളല്ലെങ്കിൽ വേറെ ഒരാൾ ഈ രാജ്യത്തിന് ആവശ്യമാണത്. ഒരു ദിവസം 10-12 ട്രെയിൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കും തിരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്കും പോയിക്കൊണ്ടിരിക്കും. അതിന് തിരുവനന്തപുരത്തേക്ക് മാത്രമല്ല കയറുക, കാസർഗോഡ് നിന്ന് കണ്ണൂർക്ക് ഒരാൾക്ക് കയറാം, 20 മിനിറ്റ് കൊണ്ടെത്തും. കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്കെത്താം, 20 മിനിറ്റ് കൊണ്ടെത്തും. സമ്മേളനത്തിൽ P. ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു. SSLC പരീക്ഷയിൽ A+ നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. കാരിയർ ഗൈഡൻസ് ക്ലാസ്സിന് റിട്ടയർഡ് എംപ്ലോയ്മെന്റ് ഓഫീസർ PM അബ്ദുൽ കലാം നേതൃത്വം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത മുഖ്യാതിഥിയായിരുന്നു. ലോക കേരള സഭ അംഗം നന്ദിനി മേനോൻ, KS മുഹമ്മദ് ബഷീർ, TR ശശി, TK വിനയദാസ്, ജില്ലാ കമ്മിറ്റി അംഗം മുകുന്ദൻ, ഹംസ അമ്പലപ്പാറ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായ മുഹമ്മദ് ബഷീർ പ്രസിഡന്റ്, പ്രശാന്ത് സെക്രട്ടറി, TK വിനയദാസ് ട്രഷറർ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മങ്കരയിൽ വെള്ളക്കെട്ടിന്റെ ദുരിതം പേറി ഒരു കുടുംബം. കല്ലൂർ പട്ടിത്തറ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെയാണ് രണ്ടംഗ കുടുംബം ദുരിതത്തിലായത്. വെള്ളം ഒഴുകിയെത്തുന്നത് മുഹമ്മദ് അലിയുടെയും ഖദീജ ഉമ്മയുടെയും വീട്ടിലേക്കാണ്. 1 വർഷം മുമ്പാണ് ഈ റോഡ് കോൺക്രീറ്റ് ചെയ്തത്. കോൺക്രീറ്റ് ചെയ്തതിന് ശേഷമാണ് പ്രദേശത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. വെള്ളം ഇപ്പോൾ റോഡിലൂടെ ഒഴുകി വീടുകളിലേക്കാണ് എത്തുന്നത്. വെള്ളം കുത്തിയൊലിക്കുന്നത് മൂലം പല വീടുകളും തകർച്ചാ ഭീഷണിയിലാണ്. റോഡിൽ മുട്ടോളം വെള്ളക്കെട്ടായതിനാൽ കാൽനടയാത്രയും ദുഷ്കരമായി. നിർമ്മാണത്തിലെ അപാകതയാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് വീട്ടുടമകൾ പരാതിപ്പെട്ടു. കലക്ടർ, മങ്കര പഞ്ചായത്ത് അധികൃതർ, പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും വീട്ടുകാർ പറഞ്ഞു. റോഡിന്റെ താഴ്ന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്ത് ഉയർത്തി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് വീട്ടുടമകൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റ് വാർഷിക പൊതുയോഗത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് G. ഹരിദാസ് ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു. NM സൈദിന് ബ്രോഷർ നൽകിയാണ് യൂണിറ്റ് പ്രസിഡന്റ് G. ഹരിദാസ് പ്രകാശനം നിർവഹിച്ചത്. യൂണിറ്റ് ജനറൽ സെക്രട്ടറി PAM അഷറഫ് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ P. നന്ദകുമാർ, വൈസ് പ്രസിഡന്റ് TM യൂസഫ്, സെക്രട്ടറിമാരായ CH മുസ്തഫ, K. സുരേഷ് ബാബു, ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. നമ്മുടെ പൊതുയോഗം 29-ാം തീയതി ബുധനാഴ്ച രാവിലെ 10 മണിക്ക് വായനശാലകളിൽ വെച്ച് നടക്കുന്ന പൊതുയോഗത്തിൽ നമ്മുടെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ബഹുമാന്യനായ പ്രിയങ്കരനായ ശ്രീ KV അബ്ദുൽ ഹമീദ് അവറുകളാണ് നമ്മുടെ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. ഒപ്പം തന്നെ നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ എത്തുന്നുണ്ട്. നമ്മുടെ മുഖ്യ അതിഥിയായി നമ്മുടെ ജില്ലാ ട്രഷറർ ജോയ് മുത്തേടൻ എത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ദേശമംഗലം ഗ്രാമീണ വായനശാലയിൽ 29-ന് രാവിലെ 10 മണിക്കാണ് വാർഷിക പൊതുയോഗം. KVVS സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്യും. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം പാലക്കാട് ജില്ലാ സമ്മേളനം ഞായറാഴ്ച നടക്കും. റിപ്പബ്ലിക് പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് നുസ്രത്ത് ജഹാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ പ്രസിഡന്റ് KV പ്രേമചന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ധർമാധിഷ്ഠിത വ്യാപാരം, ന്യായാധിഷ്ഠിത ലാഭം എന്ന ആശയത്തിലൂന്നി ദേശീയാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം. ദേശീയ കാഴ്ചപ്പാടോടുകൂടി വ്യാപാര ലോകത്തെ സംഘടിപ്പിച്ച് ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുകയാണ് സമ്മേളനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. വ്യാപാര മേഖലയുടെ തകർച്ചയും തളർച്ചയും പരിഹരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമാണെന്നും KV പ്രേമചന്ദ്രൻ പറഞ്ഞു. സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് GS മണി, ജില്ലാ സെക്രട്ടറി M. കുമാരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിക്കും. ന്യായാധിഷ്ഠിത വ്യാപാരം, ധർമാധിഷ്ഠിത വ്യാപാരം എന്നുള്ള തത്വ ആശയത്തിലേക്ക് അടിയുറച്ചുകൊണ്ട് ഒരു ദേശീയ കാഴ്ചപ്പാടോടുകൂടി തുടങ്ങിയുള്ള ഒരു വ്യാപാരികളുടെ സംഘടനയാണ് BVS. ചാണക്യ ദിനമാണ് നമ്മുടെ സ്ഥാപക ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. മുഴുവൻ ജില്ലകളിൽ നമ്മുടെ കമ്മിറ്റികളായി അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നമുക്ക് ഒരു സഹകരണ മേഖലയിലെ ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ കുടുംബമിത്രം എന്ന് പറയുന്ന 15 ലക്ഷം രൂപ കവറേജ് കൊടുക്കുന്നതായിട്ടുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതി നമ്മുടെ BVS കേരളം മുഴുവൻ തുടങ്ങിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി എം കുമാരൻ, ജില്ലാ ഖജാൻജി ഗുരുവായൂരപ്പൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. മഴയിലും കാറ്റിലും പാലക്കാട്, തൃശൂർ ജില്ലകളിൽ പരക്കെ നാശനഷ്ടം. തൃശൂർ നഗരത്തിലെ വിവിധയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു. സ്വരാജ് റൗണ്ടിന് സമീപം മരക്കൊമ്പ് പൊട്ടി വീണ് 2 ഗൂഡ്സ് ഓട്ടോറിക്ഷകൾ തകർന്നു. ശക്തമായ മഴയിൽ തേക്കിൻകാട് മൈതാനിയിലെ ചരിത്രപ്രസിദ്ധമായ വിദ്യാർത്ഥി കോർണറിന്റെ അടിത്തറ ഇടിഞ്ഞു. പാലക്കാട് പറളിയിൽ അംഗൻവാടിക്ക് സമീപത്തെ മതിൽ തകർന്നു വീണു. കാർഷിക മേഖലയിലും വൻ നാശനഷ്ടം. വാണിയംകുളം മാന്നന്നൂരിൽ ഭാരതപ്പുഴയിലെ ഉരുക്കുതടയണയോട് ചേർന്ന് നിർമ്മാണത്തിലിരുന്ന പാർശ്വഭിത്തിയുടെ ഒരു ഭാഗം തകർന്നു. പുഴയിൽ ഒഴുക്ക് വർദ്ധിച്ചതോടെ തടയണ പുനർനിർമ്മാണം നിർത്തിവച്ചത് കഴിഞ്ഞ ദിവസം. അടിയൊഴുക്ക് ശക്തമായതോടെ തടയണയോട് ചേർന്ന കൂടുതൽ പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലിന് സാധ്യത. ദേശമംഗലം ചെങ്ങണാംകുന്ന് റെഗുലേറ്ററിന്റെ ഷട്ടർ തുറന്നു. പഴയലക്കിടി അകലൂർ കുറിശി ശിവക്ഷേത്രത്തിലെ കമ്പിവേലി സാമൂഹ്യവിരുദ്ധർ തകർത്തതായി പരാതി. ക്ഷേത്ര മൈതാനത്തിന്റെ അതിർത്തിയിലെ 60 മീറ്ററോളം വേലി നശിപ്പിച്ചു. 1 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ക്ഷേത്രം ഭാരവാഹികൾ. സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് അന്വേഷണം തുടങ്ങി. ജലസമ്മേളനവുമായി ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ. സമ്മേളനം 26-ന് പാലക്കാട്ട്. ജില്ലയിലെ ജലസ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തി ജലബജറ്റ് തയ്യാറാക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് ഓർഗനൈസിംഗ് കമ്മിറ്റി. ചർച്ചയിൽ ജലവിഭവ രംഗത്തെ വിദഗ്ധർ പങ്കെടുക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.